Dear students, ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് ഫുൾ സബ്ട്രാക്ടറിന്റെ കോഡിംഗ് ആണ്. ഏതിലുള്ള കോഡിംഗ്? യൂസിങ് സ്ട്രക്ചറൽ മോഡലിംഗ് അല്ലെങ്കിൽ ഗേറ്റ് ലെവൽ മോഡലിംഗ് യൂസ് ചെയ്തിട്ടുള്ള കോഡിംഗ് ആണ്. അപ്പൊ നമുക്കറിയാം ഇതാണ് ഒരു ഫുൾ സബ്ട്രാക്ടറിന്റെ ജനറൽ ഫിഗർ. യൂസിങ് ടു ഹാഫ് സബ്ട്രാക്ടർ അല്ല, ജനറൽ ഫിഗർ ഓഫ് എ ഫുൾ സബ്ട്രാക്ടർ. നമ്മൾ രണ്ടെണ്ണം പഠിച്ചിരുന്നു. അതിനകത്ത് ആദ്യത്തേതാണ് എന്ത്? ഈ ഒരു സ്ട്രക്ചർ. അപ്പൊ ഇതിനകത്ത് നമുക്കറിയാം ഈ പോയിന്റ് അല്ലെങ്കിൽ ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ഇന്റർ കണക്ഷനെ ഞാൻ എന്തായിട്ട് എടുത്തു? പി എന്നും, ഈ നോട്ട് ഗേറ്റിന്റെയും ഈ പറയുന്ന ആൻഡ് ഗേറ്റിന്റെ ഇൻപുട്ടും തമ്മിലുള്ള ഇന്റർ കണക്ഷന് ക്യൂ എന്നും, ഈ രണ്ട് ഗേറ്റ്സിന്റെ ഇടയിലുള്ള ഇന്റർ കണക്ഷൻ, അതായത് ഈ പോയിന്റിനെ ഞാൻ ആർ, ഇതിനെ എസ്, ഇതിനെ ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ആദ്യം ഞാൻ എടുത്തു. അതായത് രണ്ട് ഗേറ്റ്സ് തമ്മിലുള്ള കണക്ഷനിന്റെ ഇടയിൽ ഞാൻ ഒരു പോയിന്റ് എടുത്തു, അവിടെ ഒരു വേരിയബിൾ അസൈൻ ചെയ്തു. അത്രേ ഉള്ളൂ ഇവിടെ ചെയ്തത്. ഇനി നമ്മൾ ഡിഫൈൻ ചെയ്യാണ് മൊഡ്യൂൾ ഫുൾ സബ്ട്രാക്ടർ അണ്ടർസ്കോർ സ്ട്രക്ചർ. അതായത് ഇത് സ്ട്രക്ചറൽ മോഡലിംഗ് അസ്യൂം ചെയ്യാൻ വേണ്ടി മാത്രം. എന്നിട്ട് ഇൻപുട്ട് റാൻഡം ഡിഫൈൻ ചെയ്തു. നിങ്ങൾ ഇവിടെ ക്യാപിറ്റൽ എ ബി സി ഡിഫറൻസ് ബോറോ എന്നാണ്, ഞാൻ ഇവിടെ സ്മോൾ എ ബി സി. നിങ്ങളിപ്പോ വരയ്ക്കുമ്പം എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ ഇവിടെ എന്താണോ കൊടുത്തത് അത് തന്നെ വേണം കൊടുക്കാനായിട്ട്. ഇത് ഞാൻ ഈ ഫിഗർ ഞാൻ വേറൊരിടത്തു നിന്ന് എടുത്ത് പേസ്റ്റ് ചെയ്ത ഫിഗർ ആണ്. സോ ബൈ ഡിഫോൾട്ട് ആയിട്ട് അതിനകത്ത് എങ്ങനെയാണോ നമ്മുടെ തിയറിക്കകത്ത് പറയുന്നത് ആ രീതിയിലാണ് പോകുന്നത്. ഓക്കെ, പക്ഷെ ഞാൻ എന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിനകത്തുള്ള വേരിയബിൾസിനൊന്ന് മോഡിഫൈ ചെയ്തു. സോ എ ബി സി ഇൻപുട്ട് ആണ്, ഇത് ഡിഫറൻസ്, ഇത് ബോറോ. ആദ്യം എന്ത് ചെയ്തു? ഡിഫറെന്റ് ഇൻപുട്സിനെ എല്ലാം ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ചു. ഓക്കെ, നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിനകത്ത് ഏതൊക്കെ ഗേറ്റ്സ് ഉണ്ടെന്ന് നോക്കണം. ഏതാണ്? നമുക്ക് സ്ട്രക്ചറൽ മോഡലിംഗ് അല്ലേ? അപ്പൊ സ്ട്രക്ചറൽ മോഡലിംഗ് ഫസ്റ്റ് ഗേറ്റ്സ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? അതിനകത്തുള്ള വയർ ഡിഫൈൻ ചെയ്യണം, ഇല്ലേ? അതിനകത്തുള്ള വേരിയബിൾസ് ഡിഫൈൻ ചെയ്യണം. വേരിയബിൾസ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? വയർ ആയിട്ട് പി, ക്യൂ, ആർ, എസ്, ടി, അല്ലേ? പി, ക്യൂ, ആർ, എസ്, ടി, 4 വേരിയബിൾസ് അല്ലേ? 4എണ്ണത്തിനെയും എന്ത് ചെയ്തു? നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഓക്കെ, കോളൻ അല്ല, മറിച്ച് സെമി കോളൻ ആണ്. എൻറ്റർ ചെയ്യാം. ഓക്കെ, വൺസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്കുള്ളത് എന്താണ്? നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇനി ഓരോ ഗേറ്റ്സ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആദ്യം നമ്മൾ ആദ്യത്തെ എക്സോർ എടുത്തു. ഓക്കെ, അപ്പൊ എക്സോർ എടുത്തു. എക്സോറിൽ ഫസ്റ്റ് എക്സോർ എടുത്തു. ഫസ്റ്റ് എക്സോർ എടുക്കുമ്പോൾ എന്താണ്? അതിന് ലേബൽ കൊടുക്കണം. x1 ഓഫ്. ഓക്കെ, ലേബൽ കൊടുക്കണേ. x1 ഓഫ്. അതിന്റെ ഇൻപുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്താണ്? ഫസ്റ്റ് p, a, b. ശരിയായല്ലോ? അപ്പൊ ആദ്യത്തത് കഴിഞ്ഞു. ഇനി ഒന്നും കൂടി ഇല്ലേ എക്സോർ, അല്ലേ? അപ്പൊ ആ എക്സോറിന് ഞാൻ എന്ത് ചെയ്യാ? അടുത്ത ലേബൽ കൊടുക്കണം. x2 ഓഫ്. അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇതല്ലേ എക്സോർ എന്ന് പറയണത്? ഇതല്ലേ അടുത്ത എക്സോറിന്റെ ഔട്ട്പുട്ട്? സോ ഔട്ട്പുട്ട് എന്താണ്? ഡിഫറൻസ്. നമ്മൾ അതിന് DIFF എന്ന് കൊടുത്തിട്ടുള്ളൂ, ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇൻപുട്ട് എന്താണ്? ഒരു ഇൻപുട്ട് പിയും അടുത്ത ഇൻപുട്ട് എന്താണ്? സിയും ആണ്, അല്ലേ? അപ്പൊ ഇതുമായി. അപ്പൊ എക്സോർ തീർന്നല്ലോ. അപ്പം കോളൻ അല്ല, സോറി, സെമി കോളൻ കൊടുക്കുക. നെക്സ്റ്റ് എൻറ്റർ കൊടുക്കുക. അപ്പൊ എക്സോറിന്റെ കേസ് കഴിഞ്ഞു. ഇനി അടുത്ത എന്താണ്? അടുത്തെന്ന് പറയണത് ഞാന് ഇപ്പോ നോട്ട് ഗേറ്റ് എടുക്കാം. കാരണം എനിക്ക് നാൻഡ് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്കിത് നോട്ട് ഡിഫൈൻ ചെയ്യണമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്കിത് വർക്ക് ചെയ്യത്തില്ല. അപ്പൊ നോട്ട് എടുത്തു. നോട്ട് എടുത്തതിന് ശേഷം നോട്ടിന്റെ ഔട്ട്പുട്ട് എന്താണ് നമ്മൾ എടുത്തേക്കുന്നത്? ക്യൂ ആണ്. ക്യൂവും പിന്നെ ഇൻപുട്ട് എന്താണ്? എയും ആണ്, അല്ലേ? അപ്പൊ N1 ഓഫ് ക്യൂ, എ. നോട്ട് തീർന്നല്ലോ. ഒറ്റ നോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എൻറ്റർ ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇനി ഏതാണ്? ആൻഡ് അല്ലേ? അപ്പൊ എത്ര ആൻഡ് ഉണ്ട്? 3 ആൻഡ് ഉണ്ട്. ആർ, എസ്, ടി. അപ്പൊ നമുക്ക് എടുക്കാം, ആൻഡ് എടുക്കാം. ആൻഡ് അല്ലേ? 3 ആൻഡ് അല്ലേ? A1 ഓഫ് RST അല്ലേ? 1 6 അല്ലേ? ആറിന്റെ ഇൻപുട്ട്സ് ഏതാന്ന് നോക്കാം. ഇത് 6 ആണെങ്കിൽ ഇൻപുട്ട് ഏതാ? 1 ക്യൂ, ഒരു ഇൻപുട്ട് എന്ന് പറയുന്നത് ബി, അല്ലേ? ഒരു ഇൻപുട്ട് ക്യൂ, ഒരു ഇൻപുട്ട് ബി. അടുത്തത് രണ്ടാമത്തെ ആൻഡ് ഗേറ്റ് A2, അല്ലേ? A2ന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഏതാ? എസ്, നോക്കിയേ, അല്ലേ? എസ് ഔട്ട്പുട്ട് അല്ലേ? ഇൻപുട്ട് ഏതാണ്? ക്യൂ ഒരു ഇൻപുട്ട്, പിന്നെ ഏതാണ്? സി ഒരു ഇൻപുട്ട്. ഓക്കെ, ക്യൂ, സി. ക്യൂ വന്നില്ല, ക്യൂ, സി, അല്ലേ?
ഇനി എൻ്റർ ചെയ്യുക മൂന്നാമത്തെ ആൻഡ് ഗേറ്റ് A3. A2 അല്ല A3. A3 ഓഫ് ഔട്ട്പുട്ട് ഏതാണ്? T കോമ ഏതാ നോക്കാം. T അല്ലേ? T കോമ ബിയും സിയും അല്ലേ? B കോമ C. അപ്പൊ നമുക്ക് എന്തുമായി? ആൻഡും ആയി. ഇനി ഏതാ ഉള്ളത്? ഓർ ഇല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഓർ ലോജിക് എടുക്കുക. ഓർ എൻ്റർ കൊടുക്കുക. O1 ഓഫ് ഓറിന്റെ ഔട്ട്പുട്ട് എന്താ നോക്കിയേ? ബോറോ കോമ RST അല്ലേ? 3 ഇൻപുട്ട് അല്ലേ? അപ്പൊ BORR. നമ്മൾ ബോറോയ്ക്ക് BORR അല്ലേ കൊടുത്തുള്ളൂ? കോമ R കോമ S കോമ T. That's it. And we have to give end module also. Okay, end module. തീർന്നു. ഇവിടെയൊക്കെ ഞാൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്താണ്? ഇവിടെ കോമ, ഇവിടെയും കോമ, ഇവിടെ എന്താണ്? കോളൻ, ഇവിടെ കോളൻ അല്ല സെമി കോളൻ, ഇവിടെയും സെമി കോളൻ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിപ്പോ ഫുൾ സബ്ട്രാക്ടിന്റെ കറസ്പോണ്ടിങ് ഗേറ്റ് ലെവൽ മോഡലിംഗിൽ കോഡ് നമ്മൾ എഴുതിയില്ലേ? സോ ഇതേപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗേറ്റ് ലെവൽ മോഡലിംഗ് ഓഫ് ഗേറ്റ് ലെവൽ മോഡലിംഗ് ഓഫ് വെരിലോഗ് കോഡ് ഓഫ് ഫുൾ സബ്ട്രാക്ട്. ക്ലിയർ ആയല്ലോ? സോ നമ്മൾ എങ്ങനെയാണ് കോഡ് എഴുതിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഇതേപോലെ ബാക്കി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ സർക്യൂട്ട്സിന്റെയും ഇതേപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് ഫുൾ സബ്ട്രാക്ടർ യൂസിങ് 2 ഹാഫ് സബ്ട്രാക്ടർ ആണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാണ് ഫുൾ ആഡറിന്റെ കേസിൽ നമുക്ക് എങ്ങനെ കോഡ് എഴുതാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, സോ അത് ഒരു മെത്തേഡ് ഓഫ് റൈറ്റിംഗ് കോഡാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു മെത്തേഡാണ് കംഫർട്ടബിൾ എങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ് മെത്തേഡ്. ഓക്കെ, ഇനി അല്ല സ്ട്രക്ചറൽ മെത്തേഡിൽ അല്ലെങ്കിൽ അതിന്റെ വേറൊരു മെത്തേഡും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ആ ഒരു മെത്തേഡ് ഒന്ന് പറയാം. അതാണ് ഈ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് മെത്തേഡാണ് കംഫർട്ടബിൾ എങ്കിൽ അത് മാത്രമേ ആ ഒരു മെത്തേഡ് മാത്രമേ നിങ്ങൾ ഫോളോ ചെയ്യാവുള്ളൂ. ഓക്കെ, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൺഫ്യൂസ്ഡ് ആവരുത്. അപ്പൊ ഈ മെത്തേഡിനകത്ത് നമ്മൾ ആസ് യൂഷ്വൽ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? മൊഡ്യൂൾ നെയിം ഓഫ് ABC, അതായത് ഇൻപുട്ട് ABC, ഔട്ട്പുട്ട് ഏതാണ്? ഡിഫറൻസും ബോറോയും അല്ലേ? എന്നിട്ട് നമ്മൾ ഈ ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്യും ആണല്ലോ. അതിനുശേഷം ഇതിന്റെ ഇടയിലുള്ള ഇന്റർ കണക്ഷൻസിനെ ഞാൻ ഇതിനെ P, ഇതിനെ Q, ഇതിനെ R, അങ്ങനെയാ നമ്മൾ ഈ 3 ഇന്റർ കണക്ഷൻസിനെ നമ്മൾ PQR എന്ന് പറഞ്ഞിട്ട് ലേബിൾ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ 2 ഹാഫ് ആർഡർ വെച്ചിട്ടുള്ള പ്രോഗ്രാം അല്ലേ? അപ്പൊ നമ്മൾ ഇനി ഇൻഡിവിജ്വലി ഇതിന്റെ സ്ട്രക്ചറിൽ പോകുന്നില്ല, പകരം ഇതൊരു ഹാഫ് ആർഡർ അല്ല, ഹാഫ് സബ്ട്രാക്ടർ ആണല്ലോ. അപ്പൊ ഇതൊരു ഹാഫ് സബ്ട്രാക്ടറിന്റെ ബ്ലോക്ക്, ഇത് അടുത്ത ഹാഫ് സബ്ട്രാക്ടറിന്റെ ബ്ലോക്ക് എന്ന് അസ്യൂം ചെയ്യാണ്. അങ്ങനെ അസ്യൂം ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഓൾറെഡി പ്രോഗ്രാമിൽ എന്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്? ഹാഫ് സബ്ട്രാക്ടർ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ ഡിഫൈൻ ചെയ്ത ലേബൽ, അതായത് നമ്മൾ ഇവിടെ എന്താണ്, നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പം നമ്മൾ ഇവിടെ നോക്കിയേ, നമ്മൾ ഇവിടെ കുറേ ലോജിക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഹാഫ് സബ്ട്രാക്ടർ നമ്മൾ സ്ട്രക്ചറിലും നേരത്തെ നമ്മൾ പഠിച്ച ഡേറ്റ ഫ്ലോയിലും ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ അവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തത് half_sub എന്നായിരുന്നു അല്ലേ? അങ്ങനെയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? അവിടെ ഡിഫൈൻ ചെയ്ത അതേ സോഴ്സ് നെയിം തന്നെ കൊടുക്കണം. ഓക്കെ, എന്നിട്ട് h1 ഓഫ്, അതായത് ലേബൽ കൊടുക്കുക. എന്താണ്? ABPQ. ഓക്കെ, അതെങ്ങനെയാ വരുന്നത്? ABPQ അല്ല വരുന്നത്, പകരം ഔട്ട്പുട്ട് കോമ ഇൻപുട്ട്. അപ്പൊ എങ്ങനെ വരും? ഇത് PQ കോമ ഇൻപുട്ട് എന്താണ്? A കോമ B. എങ്ങനെയാണ് PQ വന്നത്? ഇത് P ആയിരിക്കും, ഇത് Q ആയിരിക്കും, എന്നിട്ട് ഇൻപുട്ട് എന്താണ്? A കോമ B. ശരിയായോ? അതേപോലെ രണ്ടാമത്തെ ഹാഫ് ആർഡർ എടുത്ത്, ഇതാണ് രണ്ടാമത്തെ ഹാഫ് ആർഡർ. അതിന്റെ ഔട്ട്പുട്ട് എന്താണ്? ഇത് R എന്ന് അസ്യൂം ചെയ്യുവാണെങ്കിൽ R കോമ ഡിഫറൻസ് അല്ലേ? R കോമ ഡിഫറൻസ്. ഇനി കോമ ഏത് കൊടുക്കണം? P കോമ C. അപ്പൊ എന്ത് കൊടുക്കണം? R കോമ ഡിഫറൻസ് R കോമ ഡിഫറൻസ്
പി കോമ സി അല്ലേ. ഇനി കോളൻ കൊടുത്ത് ഹാഫ് സബ്ട്രാക്ടർ അവസാനിപ്പിക്കുക. ഇനി ഇതേപോലെ ആൻഡ് ഗേറ്റ് നമ്മൾ അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവില്ലേ, നമ്മൾ ഇതിനു മുന്നേ പ്രോഗ്രാം ഒക്കെ ചെയ്തിട്ടുണ്ടാവില്ലേ. ഇവിടെ ഒക്കെ എടുത്ത് നോക്കിയാൽ നമ്മൾ ആൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന്. ആൻഡ് ലോജിക് കിടക്കുന്നു അല്ലേ. ഇവിടെ നമ്മൾ ആൻഡിനെ എങ്ങനെ കൊടുത്തേ, ആൻഡ് അണ്ടർസ്കോർ ലോജിക് എന്നല്ലേ കൊടുത്തേ. അപ്പൊ നമ്മൾ കോഡ് എഴുതാൻ നേരത്ത് നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമുക്ക് ആൻഡ് പിന്നീട് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ഓൾറെഡി ആൻഡ് എന്താണ്, പ്രീ ഡിഫൈൻഡ് ആണ്. അപ്പം നമ്മള് കോഡ് കൊടുക്കണം എന്ന് നിർബന്ധമില്ല ആൻഡിന്റെ കേസിൽ. അല്ലാതെ നമുക്ക് ആൻഡ് കൊടുത്താൽ തന്നെയും എന്ത് സംഭവിക്കും, ഇവിടെ ഡയറക്റ്റ് ആൻഡ് ഒക്കെ കൊടുത്താൽ തന്നെയും അതെന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് വരും. ഇത് ആൻഡ് അല്ല, സോറി, ഓർ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഡിഫൈൻ ചെയ്ത ഓർ ഇവിടെ കൊടുക്കണ്ട. കാരണം ഇവിടെ ഡയറക്റ്റ് ഓർ ഫംഗ്ഷൻ കൊടുത്താൽ തന്നെയും എന്ത് വരും, ഓട്ടോമാറ്റിക്കലി അത് എക്സിക്യൂട്ട് ആവും. കാരണം ഓർ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഇൻബിൽറ്റ് ഫംഗ്ഷൻ ആണ്, അതിനകത്ത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നേരത്തെ എഴുതിയ കോഡ് ലെന്തി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് വളരെ ചുരുക്കത്തിൽ ഈ കോഡ് എഴുതാൻ പറ്റും, പ്രൊവൈഡഡ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഹാഫ് ആർഡറിന്റെ ഈ ഒരു കോഡ് നമ്മൾ ഓൾറെഡി എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഏതിനകത്ത്, നമ്മള് സിസ്റ്റത്തിനകത്ത് അല്ലെ, നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ലോജിക് ഹാഫ് ആർഡർ അല്ലെങ്കിൽ ഹാഫ് സബ്ട്രാക്ടർ അണ്ടർസ്കോർ ഡേറ്റ ഫ്ലോ എന്ന് പറഞ്ഞ സിസ്റ്റത്തിൽ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഈ കോഡ് കൂടി അപ്പൊ എന്ത് ചെയ്യണം, നിങ്ങളുടെ മെയിൻ കോഡിനകത്ത് എടുത്തെഴുതണം. അതാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിംഗിൽ ഇത് ഡിഫൈൻ ചെയ്തത് കൂടാതെ പിന്നെ എന്തും കൂടി ഡിഫൈൻ ചെയ്തു, ആ ഹാഫ് സബ്ട്രാക്ടറിന്റെ പ്രോഗ്രാം കൂടി ഡിഫൈൻ ചെയ്തു. എന്ന് പറഞ്ഞാൽ നമുക്ക് സി പ്രോഗ്രാം എഴുതുമ്പോൾ ഒരു മെയിൻ പ്രോഗ്രാം ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ മെയിൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ മെയിൻ പ്രോഗ്രാം ഇവിടെ കൊണ്ട് തീരും. ഓക്കെ. ഇനി മെയിൻ പ്രോഗ്രാമിനകത്ത് നമ്മൾ ഒരു സബ് പ്രോഗ്രാം കോൾ ചെയ്യുന്നുണ്ട്. ഏതാണ്, ഹാഫ് സബ്ട്രാക്ടർ അണ്ടർസ്കോർ ഡേറ്റ ഫ്ലോ ആണ്. അത് ഓൾറെഡി നമ്മൾ ഇതിനകത്ത് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അത് കാരണം ആ പ്രോഗ്രാമിന്റെ കോഡ് കൂടി നമ്മൾ എന്ത് ചെയ്യണം, എഴുതി വെച്ചെങ്കിൽ മാത്രമേ സോഫ്റ്റ്വെയറിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ് നമ്മള് എൻകോഡറിന്റെ ലോജിക് ഡയഗ്രം എടുത്തു. എൻകോഡറിന്റെ ലോജിക് ഡയഗ്രത്തിനകത്ത് നമുക്കറിയാം എത്ര ഡേറ്റ ഇൻപുട്ട് ഉണ്ട്. ഈ വരച്ചിരിക്കുന്ന ഫിഗറിനകത്ത് നമുക്ക് 8 ഡേറ്റ ഇൻപുട്ട് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞു, നമ്മൾ അതിനെ ഇൻഡിവിജ്വലി ഡിഫൈൻ ചെയ്യുന്നതിന് പകരം നമ്മൾ ബസ് ആയിട്ട് ഡിഫൈൻ ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെയാന്നൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ ഡേറ്റ ഫ്ലോയിൽ ചെയ്ത് കാണിച്ചിരുന്നു. ഓക്കെ, അതേപോലെ അതിന്റെ സ്ട്രക്ചറൽ മോഡലിംഗ് എടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ ഡേറ്റ ഇൻപുട്സിനെ ഞാൻ ഇൻഡിവിജ്വലി ഡിഫൈൻ ചെയ്തു. XYZ എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഔട്ട്പുട്ടിനകത്ത് ഏതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന ഗേറ്റ്സ്, ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് വയേഴ്സിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. കാരണം 2 ഗേറ്റ്സ് തമ്മിൽ ഇന്റർ കണക്ഷൻ വരുവാണെങ്കിലാണ് വയേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഓർ മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ O1 O2 O3 അല്ലേ, O1 O2 O3. എന്നിട്ട് എന്താണ്, നമ്മള് എക്സ് ഔട്ട്പുട്ട് കോമ ഇൻപുട്സ് ആണല്ലോ. അപ്പൊ നമ്മൾ എക്സ് കോമ ബാക്കിയുള്ള ഇൻപുട്സ്. ഓക്കെ, തൊട്ട് മുന്നേ നമ്മൾ ഡേറ്റ ഫ്ലോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. അടുത്ത Y കോമ അടുത്ത ഇൻപുട്സ്, അടുത്ത Z കോമ അടുത്ത ഇൻപുട്സ്, എൻഡ് മോഡ്യൂൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാവുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ എൻകോഡറിന്റെ പ്രോഗ്രാം സ്ട്രക്ചറൽ മോഡലിംഗിന് അതിന്റെ പ്രോഗ്രാം നമുക്ക് കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇനി അടുത്ത എന്താണ്, ഡീകോഡറിന്റെ പ്രോഗ്രാം. അപ്പൊ ഇതാണല്ലോ നമ്മുടെ ഡീകോഡറിന്റെ സ്ട്രക്ചർ എടുത്തേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഇടയിൽ എന്താണ്, ഇത് AB, ഇതെന്താണ്, എനേബിൾ ആണ്. ഇനി ഇതെന്താണ്, ഒറ്റ ഔട്ട്പുട്ട് ആയിട്ട് എടുത്തു, ഒറ്റ ഔട്ട്പുട്ട് വേരിയബിൾ Z എന്ന് പറഞ്ഞ് എടുത്തു. അല്ലെങ്കിൽ നമുക്ക് ഇത് എന്താണ് XYZ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓരോന്നും എടുക്കാം. പകരം ഞാൻ Z എടുത്തിട്ട് ഈ Z നെ ഞാൻ എന്ത് ചെയ്തു, ബസ് ആയിട്ട് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, 3:0 Z. അപ്പൊ Z0, Z1, Z2, Z3 അല്ലേ. ഇനി ഇത് കൂടാതെ ഈ 2 നോട്ട് ഗേറ്റ് ഇല്ലേ, അതിന്റെ ഇടയിലുള്ള ഇന്റർ കണക്ഷൻസിനെ നമ്മൾ എന്ത് കൊടുത്തു, A ബാർ എന്നും B ബാർ എന്നും ഡിഫൈൻ ചെയ്തു. എന്ത് വെച്ച്, വയർ വെച്ച് ഡിഫൈൻ ചെയ്തു. എന്നിട്ട് ഈ നോട്ട് ഫംഗ്ഷനെ ഫസ്റ്റ് ഡിഫൈൻ ചെയ്തതിന് ശേഷം അപ്പൊ നോട്ട് എടുത്തപ്പോ നമുക്ക് 2 എണ്ണം ഡിഫൈൻ ചെയ്യണം അല്ലെ. അതാണ് N1 N2 എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. ഇനി എന്താണ്, നമ്മൾ ഈ പറയുന്ന ആൻഡ് ഗേറ്റ് എടുത്തപ്പോൾ നമുക്ക് 4 എണ്ണം ഡിഫൈൻ ചെയ്യണം അല്ലെ. A1 of Z0 കോമ അതിന്റെ ഇൻപുട്സ് എന്തൊക്കെയാണ്, സിമിലർലി A2 അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യണം, ഡിഫൈൻ ചെയ്യണം.
ആൻഡ് ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യണം, ആ മൊഡ്യൂള് എന്ത് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഡീകോഡിന്റെ കറസ്പോണ്ടിങ് പ്രോഗ്രാം കിട്ടി. ഞാനിത് പറഞ്ഞു പോകുന്നത് നമുക്ക് ആദ്യത്തെ കുറച്ചെണ്ണം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ബാക്കി പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അടുത്തത് മൾട്ടിപ്ലെക്സർ ആണ്. അപ്പൊ മൾട്ടിപ്ലെക്സർ എടുക്കുമ്പോഴത്തേക്കും ഇതാണ് മൾട്ടിപ്ലെക്സിന്റെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഒന്നിൽ കൂടുതൽ ഇന്റർ കണക്ഷൻസ് നമുക്ക് വേണം അല്ലെ. അപ്പൊ നമ്മൾ ഇൻപുട്സ് ഇതിനകത്ത് എടുത്തു, ഇൻപുട്ട് കറസ്പോണ്ടിങ് ആയിട്ട് എടുത്ത് ഏതൊക്കെയാണ്, ഐ എന്ന് പറയുന്നതാണ് ഇൻപുട്ട്. മൊത്തം 4 ഇൻപുട്ട് ഇല്ലേ, അതുകൊണ്ട് അതിനെ ബസ് എന്ന് പറഞ്ഞെടുത്തു. സെലക്ട് ലൈൻസ് S0 S1, ഔട്ട്പുട്ട് Y ആയിട്ട് എടുത്തു. ഓക്കെ, അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഇന്റർ കണക്ഷൻസ് എല്ലാം നമ്മൾ വയർ എന്ന് പറഞ്ഞെടുത്ത് റെപ്രസെന്റ് ചെയ്തു. സോ ഈ പറഞ്ഞ രീതിയിൽ ഈ മൾട്ടിപ്ലെക്സിന്റെ കോഡ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഫോം ചെയ്യാൻ പറ്റുമല്ലോ. ഇനി ഞാനിത് ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്തും ചെയ്യണം, ഡീമൾട്ടിപ്ലെക്സറും ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഏകദേശം സ്ട്രക്ചറൽ മോഡലിംഗ് ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും ക്ലിയർ ആയിക്കോണം. കാരണം നമ്മൾ ഓൾറെഡി ഡേറ്റ ഫ്ലോ പഠിച്ചതാണ്. ഇനി സ്ട്രക്ചറൽ എന്താന്നുള്ളത് നമ്മൾ 2-3 പ്രോഗ്രാംസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സിമുലേറ്റ് ചെയ്ത് നോക്കി. ഓക്കെ, ഇനിയിപ്പൊ നിങ്ങളുടെ കയ്യിൽ സോഫ്റ്റ്വെയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ കോഡ് ഫോം ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ട് അത് സിമുലേറ്റ് ചെയ്ത് ഔട്ട്പുട്ട് വ്യൂ ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലെങ്കിൽ എക്സാം പോയിന്റ് ഓഫ് വ്യൂല് ഞാൻ ഇപ്പൊ ഈ ഷെയർ ചെയ്യുന്ന ഈ നോട്ട്, ഇപ്പൊ കാണിക്കുന്ന ഈ നോട്ട്സ് വേണം നിങ്ങൾ ഗേറ്റ് ലെവൽ മോഡലിംഗ് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് LCD-ക്കകത്ത് പഠിക്കാൻ വേണ്ടി. ഓക്കെ ആണല്ലോ, താങ്ക് യു.